കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ 7ാം നിലയിലെ സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ കോർപ്പറേഷൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് താമസക്കാർ. 7ാം നിലയിലെ ഫ്ളാറ്റിന്റെ സീലിംഗ് വീണ്ടും അടർന്നു വീണു. 15-കാരിയുടെ ദേഹത്തേക്കാണ് സീലിംഗ് അടർന്നു വീണത്. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് നിവാസികളുടെ ദൈന്യത ആർന്ന ജീവിതം ന്യൂസ് 18 മാസങ്ങൾക്ക് മുമ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. സർക്കാരും കോർപ്പറേഷനുമൊക്കെ വിഷയത്തിൽ ഇടപെടുകയും NIT കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പഠന റിപ്പോർട്ടുകൾ ഇനിയും പുറംലോകം കണ്ടിട്ടില്ല. ഒപ്പം അറ്റകുറ്റപ്പണികൾ ഒരു വശത്ത് പോലും ഒരു നിലയിൽ പോലും നടത്താൻ അധികൃതർ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും മഴക്കാലം എത്തുമ്പോൾ വീണ്ടും മേൽക്കൂരകൾ താഴേക്ക് പതിച്ച് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ 7ാം നിലയിൽ താമസിക്കുന്ന താമസക്കാരോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ രാവിലെ അങ്ങനെ പണിക്ക് പോയതാണ്. എൻ്റെ മോള് വലിയ മോള് മറുമോണൊക്കെ ഉണ്ടായി. ഓണാത് വിളിച്ച് രാവിലെ പറഞ്ഞത് അമ്മ ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് പറഞ്ഞു. ഒരു ചെറിയ മോൾ അവിടെ കിടന്നുണ്ടായി. ഓൾ മേലെ ചില്ലൊക്കെ കഷ്ണങ്ങളൊക്കെ മുഖത്തിലായും പോലെ ഓളവിടെ കിടന്നത്. അപ്പോഴാണ് ഓണ് വന്ന് വിളിച്ചത്. അപ്പോഴാണ് ഞാൻ പേടിച്ചിട്ട് ഓടി വന്നത്. ആരുമില്ല. ഇപ്പോൾ രാത്രി പിള്ളേർ കിടക്കുമ്പോൾ ഓണ് വന്നിട്ട് പേടിച്ചിട്ട് അമ്മ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഓണുണ്ടാകും കൂടെ വിടുന്നതാണ്. ഓൺ മറുമണി ഇവിടെ ഉണ്ടാവില്ല. രാത്രി ഇവിടെ കൂടെ വന്ന് കടന്നതാ പേടിച്ചിട്ട്. ഇവിടെ കടന്നതാ. പൊട്ടിയിട്ടുണ്ട്. രാത്രി അത് നമ്മൾ കിടക്കാൻ നേരത്ത് പൊട്ടി വീണതാ. നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ കഷ്ണങ്ങള്. നമ്മൾ വിചാരിക്കും ഓർ വിചാരിക്കൂല കള്ളത്തരം പറയുന്നു വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ രാത്രി. എടുത്തു വെച്ചതാണ് ഞാൻ. രാത്രി കിടക്കാൻ നേരത്ത് അത് വീണത് അവിടുന്ന്. അവിടെ കുട്ടികളൊക്കെ ഇവിടെ കിടക്കാൻ സ്ഥലമായിട്ട് എല്ലാവരും ഇവിടെ കിടക്കാൻ. മക്കളൊക്കെ വലിയ മോണൊക്കെ ഇവിടെയാ കിടക്കുന്നത്. അവിടെ കിടക്കാം. ഇത് ഇപ്പോഴാണ് കിടക്കണം നമുക്ക് അറിയില്ലല്ലോ, പേടിയാവുക. മുപ്പറ കണ്ടല്ലോ ഇവിടെ കിടന്നാലേ രാവിലെ എണിക്കുമല്ലോ. നമ്മൾ പണിക്ക് പോവുക, മുപ്പറാൾ വെള്ളമടിച്ചിട്ട് കിടക്കും. അറിയൂല എന്താ നടക്കുന്ന അറിയൂല, എപ്പോഴാ വീഴുന്ന അറിയില്ല. 9ാം നിലയിൽ തന്നെ മറ്റൊരു ഫ്ളാറ്റാണിത്. ഇതിന്റെ മേൽക്കൂരയും ഏതാണ്ട് ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന രീതിയിൽ നിലനിൽക്കുന്നു. ഒപ്പം അടുക്കളയിലെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. ചില വിള്ളലുകൾ കൂടി വെള്ളം പോലും അകത്തേക്ക് ഈർപ്പമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയും വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകളുടെ താമസം. എങ്ങനെയാണ് ഈ ആണിയടിക്കുമ്പോൾ ഇളകി വരുന്നു, മുകൾ ഭാഗം വീണ്ടും താഴേക്ക് വരാനൊരുങ്ങുന്നു? ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ കണ്ടിജൻ ജീവനക്കാരനാണ്. എന്റെ ശമ്പളത്തിൽ നിന്ന് 4,950 രൂപ ശമ്പളം റിക്കവറി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഒരു 5-6 മാസമേ ഉള്ളൂ പിരിയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ വിഷയമാക്കാത്തത്. ഈ ഭാഗത്ത് ഞാൻ താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി ഇവിടെ അതിന്റെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ എന്റെ സ്വന്തം പൈസ ചെലവാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി ഈ അടുത്ത ഭാഗത്ത് ഞാൻ ആണി സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി എല്ലാം സംവിധാനം ചെയ്തപ്പോൾ ആ ആണി വരെ അവിടെ നിൽക്കാത്തൊരു സംവിധാനങ്ങളാണ്. ഉള്ള പാത്രങ്ങൾ എല്ലാം താഴത്ത് വീണ് കുപ്പി കഷ്ണങ്ങളൊക്കെ പൊട്ടി വീണതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു അപകട സന്ധിതി വന്ന സമയത്താണ് ഈ കാണുന്ന വെള്ളം ഒഴുകി ഒരു സമയത്ത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. ഇതിനൊരു നടപടിയും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുമില്ല. മേയർ സാർ ഇത് അറിയണം. കാരണം ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. ഇവർക്ക് വേണ്ട ഉപകാരങ്ങൾ താങ്കൾ കൈവശം ഉണ്ടായിക്കണം എന്ന് മാത്രം എനിക്ക് പറയാം. വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനടി വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം താഴത്ത് വന്ന ശേഷം ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇതുകൊണ്ട് നടന്നു പോകാൻ പല പ്രാവശ്യം തെന്നി വീഴുന്നുണ്ട്. കയ്യും കാലും ഒക്കെ പൊട്ടി ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് ഒരുപാട് പൈസ ചെലവാക്കി കഴിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ ഇത് വീണ്ടും സീലിംഗ് അടർന്നു വീഴുന്ന സംഭവം. അത് അനീഷ് ആദ്യം തന്നെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു നാളുകൾക്ക് മുമ്പേ. എന്നാലും അത് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ അനീഷ് വീണ്ടും പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് നിന്ന്.